ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഹൈദരാബാദ് എപ്പിസോഡ് 2 എന്ന വീഡിയോയിലേക്കാണ് നിങ്ങളെല്ലാവരെയും ഞാൻ കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്നത് ബിർള മന്ദിർ എന്ന മനോഹരമായ ഒരു അമ്പലം കാണുവാൻ വേണ്ടിയാണ് പോകുന്നത്. ഞാൻ കയറി വന്നത് ഒരു ഷോർട്ട് കട്ട് വഴിയിൽ കൂടിയാണ്. ഇതാണ് മെയിൻ വഴി. ഇവിടെ നമുക്ക് മൊബൈൽ അലൗഡ് അല്ല. ആയതിനാൽ നമ്മൾ മൊബൈൽ ഫോണെല്ലാം ഇവിടെ ലോക്കറിൽ വെച്ച് അതിന് ശേഷം മാത്രമാണ് നമുക്ക് അമ്പലത്തിലേക്ക് കയറുവാൻ സാധിച്ചത്. ഇവിടെ ലോക്കറിലേക്ക് വെക്കുന്നതിന് പൈസ ഒന്നും ആവശ്യമില്ല, ഫ്രീ ആണ്. ഈ ഓരോ സ്റ്റെപ്പുകളിൽ കൂടെ നമുക്ക് ഈ സ്റ്റെപ്പുകൾ കയറി മുകളിൽ ചെന്ന് കഴിയുമ്പോഴത്തേന് ഇത് കൂടാതെ വേറൊരു ഗോപുരം കൂടിയുണ്ട്. അതിൻ്റെ മുകളിൽ നമുക്ക് കയറി കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഹൈദരാബാദ് മൊത്തം വളരെ എല്ലാം വട്ടത്തിൽ നമുക്ക് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് കാണുവാൻ സാധിക്കും. ഈ അമ്പലം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് പഹാഡ് കുന്നിലാണ്. ഒത്തിരി നിരവധി ഭക്തജനങ്ങൾ എപ്പോഴും ഇതിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഒറ്റ സൈറ്റിൽ നമുക്കെല്ലാം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് നമുക്കിതിൻ്റെ മുകളിൽ സുഹൃത്തുക്കളെ നമുക്ക് കയറിയപ്പോൾ കാണുവാൻ സാധിച്ചത്. തന്നെയുമല്ല, നല്ല കാറ്റുണ്ട്, ഭയങ്കരമായിട്ട് കാറ്റ്. ഹൈദരാബാദിൽ എത്ര സിറ്റികൾ, എത്ര ബിൽഡിങ്ങുകളുണ്ട്, അതൊക്കെ നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് വളരെ കാണുവാൻ സാധിച്ചു. പക്ഷേ മൊബൈൽ മാത്രം നമുക്ക് ഇങ്ങോട്ട് അനുവദനീയമല്ലാത്തതിനെ നമുക്ക് നിങ്ങളെ കാണിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട ഒരു വളരെ പ്രസിദ്ധമായിട്ടൊരു അമ്പലമാണ്. ഈ അമ്പലം നിർമ്മിച്ചത് ബിർള ഫൗണ്ടേഷനാണ്. രാമകൃഷ്ണ മിഷൻ്റെ കീഴിലുള്ള സ്വാമി രഘുനാഥ ആണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഇങ്ങനത്തെ ഈ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ എടുത്തു. നമ്മൾ പയ്യെ നേരെ മെയിൻ റോഡിൽ കൂടെ നടന്ന് നമ്മൾ മെയിൻ റോഡിലെത്തി. ഇവിടെ നമുക്ക് നെക്സ്റ്റ് പോകേണ്ടത്, ഞാനീ യാത്രകളെല്ലാം എൻ്റെ വേ പാസ് ഉപയോഗിച്ചാണ്, RTCയുടെ വേ പാസ് ഉപയോഗിച്ചാണ് യാത്ര ചെയ്യുന്നത്. നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. അങ്ങനെ നമ്മൾ നേരെ ചാർമിനാർ എന്ന ചരിത്ര പ്രസിദ്ധമായ ആ ഹൈദരാബാദിൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഐക്കണിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഈ 3ാമത്തെ എൻ്റെ എപ്പിസോഡിൽ ചാർമിനാറിനെ കുറിച്ചുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു.